നമസ്കാരം. ഗുരുവിൻ്റെ സാമൂഹ്യപരിഷ്കരണ പ്രവർത്തനങ്ങളുമായിട്ട് വളരെയേറെ സഞ്ചരിച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ പകലില്ലാതെ ഇങ്ങനെ യാത്രകളും ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ഇടപെട്ടിട്ട് അത് സോൾവ് ചെയ്യുക, ബുദ്ധിമുട്ടുള്ളവർക്ക് അവർക്ക് അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അത് വ്യക്തിപരവും സാമൂഹ്യപരവും സാംസ്കാരികപരവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുഴുകി വളരെ ബിസിയായിട്ട് നമുക്ക് പറയാം. അങ്ങനെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ അടുത്ത് വെച്ചിട്ട് പഴയ കൂട്ടുകാരനായ ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ കണ്ടുമുട്ടിയ സമയത്ത് ചട്ടമ്പിസ്വാമി എടുത്ത വകയിൽ ഗുരുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാണൻ എന്നാണ് വിളിക്കുന്നത്, കൂട്ടുകാരനെ നാണൻ എന്നാണ് വിളിക്കുന്നത്. നാണനിപ്പം പ്രവൃത്തിയാരുടെ പണിയാണെന്ന് കേട്ടല്ലോ, നിവൃത്തിയൊന്നും ഇല്ലേ? പ്രവൃത്തിയാരെന്ന് പറഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസർ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രേഡിലുള്ള ആളാണ്. അപ്പം കണക്കെഴുത്തും പരിപാടിയും അങ്ങനെ സാമൂഹ്യക്ഷേമം അന്വേഷിക്കുന്ന പരിപാടിയൊക്കെയാണ്. അങ്ങനെ ഒരു കണക്കെടുപ്പ് പിള്ളേരുടെ പരിപാടിയാണ്. അപ്പം ഇപ്പം നാട്ടുകാരുടെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന പണിയാണെന്ന് കേട്ടല്ലോ, നിവൃത്തിയൊന്നും ഇല്ലേ, ജീവിക്കാൻ മാർഗമൊന്നും ഇല്ലേ, ഇങ്ങനെയാണോ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. ഗുരു ഒരു സന്യാസിയാണ്, ഗുരുവും കൂടെയാണ്, അങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പം ആളുടെ നിവൃത്തി മാർഗമാണ്, പ്രവൃത്തി മാർഗമല്ല ആക്ച്വലി. അപ്പം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം അവർക്ക് ജീവിക്കാൻ. ഭിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഭിക്ഷ എടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പം സ്വന്തം കാര്യം നോക്കി പോകാം. ഗുരുവിൻ്റെ ഒരു കൃതിയിൽ ഗുരു പറയുന്നുണ്ടല്ലോ, സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരന് തയം ചെയ്ത് ചന്ദ്രൻ മറന്നു തട്ടിത്തട്ടിപ്പെരുക്കി പെരവെളിയതിലാക്കി ഇടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മതിരേത് കിടക്കുന്ന ലോകർ കുത്തിഷ്ടോത്തിഷ്ട ബ്രഹ്മതയിൽ വിടുവാൻ കാലമായി വന്നപ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാവപ്പെട്ടവൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവർക്ക് അതിനുള്ള സമാധാനം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു ജീവിതം സാഹചര്യമാണത്. അങ്ങനെയാണ് ഗുരു ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ മുഴുവൻ ഇങ്ങനെ പോകുമ്പോഴാണ് പഴയ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കും, ഇപ്പോൾ നിവൃത്തിയൊന്നും ഇല്ലയോ? കണക്കപ്പിള്ളയുടെ പണിയാന്ന് കേട്ടല്ലോ എന്ന് പറയാം. അപ്പോൾ ഗുരുവിന് മറുപടി പറയുന്നുണ്ട്, പ്രവൃത്തി ഉണ്ട്, ആരില്ല. ചട്ടമ്പിസ്വാമി കളിയാക്കി ചോദിക്കുന്നതാണത്. ചട്ടമ്പിസ്വാമി സാമൂഹ്യപരിഷ്കർത്താവാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഈ ഒരു വാചകം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സാമൂഹ്യ പരിഷ്കരണം അല്ലെങ്കിൽ അങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്യാൻ നടക്കുന്ന ഒരാളിനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ട് ഇപ്പം കണക്കെടുത്ത് പുള്ളിയുടെ പണിയൊക്കെ ആണെന്ന് തോന്നുന്നില്ല, നിവൃത്തിയൊന്നും ഇല്ലയോ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ? വേറെ പണിയൊന്നും ഇല്ലേ? നിവൃത്തിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. നിവൃത്തിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രവൃത്തിയുണ്ട്. ഗുരു ആ വാക്കുകളെ തന്നെ വേറെ ലെവലിലാക്കുന്നുണ്ട്, വേറൊരു രീതിയിലേക്ക് മാറ്റുന്നുണ്ട്, അതിന് വേറൊരു ഡയമെൻഷൻ കൊടുക്കുകയാണ്. അങ്ങനെ കളിയാക്കി ചോദിച്ച ആ ഒരു ചോദ്യത്തിന് വേറൊരു ഡയമെൻഷൻ ഗുരു ഉണ്ടാക്കി കൊടുക്കുകയാണ്. പ്രവൃത്തിയുണ്ട്, ആരില്ല. അതായത് ഐ എം ഡൂയിങ് മൈ കർമ്മ, ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്, പക്ഷെ അതിൽ ആരില്ല. ആര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഇവിടെ ആരെന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റാണ്. ഞാൻ കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ അതിലൊന്നും അറ്റാച്ച്ഡ് അല്ല, ഞാൻ ഡിറ്റാച്ച്ഡ് കർമ്മമാണ് ചെയ്യുന്നത്. ഇതൊന്നും എന്നെ ഏശുന്നില്ല, ഞാൻ കർമ്മം ചെയ്യുകയാണ്. ആ കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല, എന്നെ സ്വാധീനിക്കുന്നില്ല. അതാണ് പ്രവൃത്തി ഉണ്ട്, ആരില്ല എന്ന് പറയുന്നത്. അവിടെ പ്രവൃത്തിയാരെന്ന് ചോദിച്ചപ്പോൾ ആ വാക്കുകൾ തന്നെ എടുത്തിട്ട് ഗുരുവിൻ്റെ ഒരുപാട് ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒത്തിരി സ്ഥലത്ത് ഗുരു ഇതേ സെയിം വാക്കുകൾ എടുത്ത് വേറെ രീതിയിൽ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നീട് പറയാം. ഇവിടെ പറയുന്നത് പ്രവൃത്തിയാരുടെ പണി എന്ന് പറയുമ്പോൾ പ്രവൃത്തി ഉണ്ട്, ആരില്ല. നിവൃത്തി കുറച്ച് കഴിഞ്ഞ്, നിവൃത്തിയില്ലെന്ന് വെച്ചാൽ ഗതിയൊന്നും ഇല്ലേ, അല്ലെങ്കിൽ പട്ടിണിയാണോ, പരവട്ടം പട്ടിണിയൊക്കെ ആണോ എന്നാണോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. നിവൃത്തിയൊന്നും ഇല്ലേ, ഗതികെട്ട് കിടക്കുകയാണോ എന്നുള്ള അർത്ഥത്തിലാണ് നിവൃത്തിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പം നിവൃത്തി കുറച്ച് കഴിഞ്ഞ് എന്ന് പറയും. നിവൃത്തി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ നിർവ്വാണാഷ്ടമൊക്കെ എടുത്ത് നോക്കി മനസ്സിലാവുക എന്താണ് നമ്മുടെ ദർശനമാലയിൽ. നിവൃത്തി എന്ന് വെച്ചാൽ ഈ വൃത്തികളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്ന, അതായത് ഇതിൽ നിന്നൊക്കെ മുക്തനായി, ഇതിൽ നിന്നൊക്കെ അപ്പുറത്ത് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതിൻ്റെ മേളിലോട്ട് വേറൊരു അവസ്ഥയിലോട്ട് പോകുന്ന എന്ന് പറയുന്ന അവസ്ഥയാണ് നിവൃത്തി എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ നിവർത്തിച്ച് എന്ന് വെച്ചാൽ പിൻവലിഞ്ഞ് മാറി ഞാൻ വേറൊരു അവസ്ഥയിലേക്ക് മാറുന്നു, ഇതിലൊന്നും മുഴുകാതെ ഞാൻ കർമ്മങ്ങളെല്ലാം അവസാനിച്ചിട്ട് മാറുന്ന അവസ്ഥ, അതാണ് നിവൃത്തി എന്ന് പറയുന്നത്. നിവൃത്തി അതായത് മോക്ഷം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മോക്ഷം അല്ലെങ്കിൽ എൻ്റെ സമാധി അല്ലെങ്കിൽ എൻ്റെ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നത് കുറച്ച് കഴിഞ്ഞിട്ട്. ഇതാണ് ഗുരു മറുപടി കൊടുക്കുന്നത്. അപ്പോൾ എന്ത് കളിയാക്കാനായിട്ട് ചോദിച്ചോ അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു
റിപ്ലൈ അവിടെ കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുവിൻ്റെ സാമൂഹിക എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ വേറെ പലരെയും കൊണ്ടൊന്ന് ഗുരുവിനും കൂടെ വെക്കാറുണ്ട്. ഇപ്പം അങ്ങനെ മറ്റുള്ളവർക്കൊന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിലനിൽപ്പില്ലാതെ ഗുരുവിനെ കൂടെ വെച്ചെങ്കിലേ ഒരു ഇത് വരുന്ന അവസ്ഥ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പം. പക്ഷെ ഗുരുവിനെ ആരെയും കൂടെ കൊണ്ട് ചാരി വെക്കേണ്ട ആവശ്യമില്ല. ഗുരുവിന് സ്വതന്ത്രമാണ്. ഗുരു സ്വതന്ത്രമായിട്ട് നിൽക്കാനുള്ള ശേഷിയുണ്ട്, അതിനുള്ള ക്ഷേമശിയുണ്ട്, അതിനുള്ള കാര്യങ്ങളുണ്ട്. ഗുരുവിന് ഡെപ്തുണ്ട്, ഗുരുവിന് അതുപോലുള്ള മെറ്റീരിയൽസ് ഉണ്ട് ഗുരുവിൻ്റെ കയ്യിൽ. അപ്പം സാമൂഹികവൽക്കരണം ചെയ്തിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഒരാളോടാണ് ചട്ടമ്പിസ്വാമികൾ വലിയ സാമൂഹികപരിഷ്കർത്താവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സാമൂഹികപരിഷ്കരണം വളരെ ആത്മാർത്ഥമായിട്ടും വളരെ പെർഫെക്റ്റായിട്ടും വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടും ചെയ്തിട്ടുള്ള ഒരാളാണ് നാരായണ ഗുരു, മഹാഗുരു. ആ മഹാഗുരുവിനെ ഒരു നിമിഷത്തിൽ ഇത് കാണുമ്പോൾ ആക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്ത് ആളും സാമൂഹികപരിഷ്കർത്താവാണെന്നാണ് സമൂഹം പറഞ്ഞു വെക്കുന്നത്. അതെങ്ങനെയാണ് ഇത് തമ്മി ബാലൻസ് ചെയ്യാന്ന് എനിക്ക് ഏറ്റവും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. സാമൂഹികവൽക്കരണം ചെയ്ത ഒരാളിനെ ഒരു വഴിക്ക് വെച്ച് കണ്ടിട്ട് കളിയാക്കി ഈ പണിക്കൊക്കെ ഇറങ്ങി നാണമില്ലേ, വേറെ വഴിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരാള്, ആ ആളും സാമൂഹികവൽകൃതമായിട്ട് വരുന്ന വല്ല കൊണ്ടുവന്ന് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ചേർച്ചക്കുറവുണ്ട്. ആ ചേർച്ചക്കുറവ് അതിന് വ്യക്തമായ മറുപടി ഗുരു കൊടുക്കുന്നുണ്ട്. ഗുരു എത്രയോ പടി ഉയർന്നു നിന്നിട്ടാണ് ഒരു മറുപടി കൊടുക്കുന്നത്. ഈ പറയുന്ന അല്ലെങ്കിൽ കളിയാക്കലിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാഴ്വാക്കിനെ, ഒരു പാഴ്വാക്കാണല്ലോ അത്, നമ്മൾ കളിയാക്കുക എന്ന് പറയുന്നത്. ഒരു ഗുരുവിനെ പോലെ ഒരു വലിയ സമൂഹം അംഗീകരിച്ച് അത്രയും അനുയായികളും ആരാധകരും ഭക്തന്മാരും അല്ലെങ്കിൽ ഗുരുവിനെ ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരും പിന്നെ ഗുരുവിൻ്റെ നല്ല ശിഷ്യന്മാരും വലിയ ഭയങ്കര ശിഷ്യവൃന്ദം ഉണ്ടായിരുന്ന ഒരാളാണ് ഗുരു. അപ്പോൾ അത്രയുള്ള ഒരാളിനെ വന്നിട്ട് വേറെ ആൾ അവരുടെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് കളിയാക്കിയപ്പോൾ ആ കളിയാക്കി അതേ വാക്കുകളെ തന്നെ വളരെ അത്യുന്നതമായ ആധ്യാത്മിക തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നൊന്നും പറയാനൊന്നും കാണില്ലല്ലോ. ചോദിച്ചാളിന് പിന്നെ സമാധാനം വയറ് നിറച്ച് കിട്ടി എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. അതാണ് ഗുരു എന്ന് പറയുന്നത്. അത് ആർക്കും ഒപ്പം വെച്ച് കെട്ടാൻ പറ്റില്ല നാരായണ ഗുരുവിൻ്റെ ഒപ്പം. ഗുരുവിൻ്റെ ഒരു നിലയെന്ന് പറയുന്ന ആർക്കും കൊണ്ട് കൂടി ഇരുത്താനോ അല്ലെങ്കിൽ കൂട്ടി വെക്കാനോ ഒന്നും പറ്റത്തില്ല. അതിനൊക്കെ ഒരു പടി എപ്പോഴും ഗുരുവിൻ്റെ തട്ട് അത്രയും തൂക്കമുള്ള തട്ടാണ്. അവിടെ ആ ഗുരു ആ ഒരു ലെവലിലേ നിൽക്കുള്ളൂ. ഗുരുവിനൊപ്പം കൊണ്ടൊന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അത് അങ്ങോട്ട് അലൈൻമെൻറ്റ് വരില്ല. അത്രയ്ക്ക് മഹത്വം ഗുരുവിനുണ്ട്. ക്രമേണ നമുക്ക് ഓരോ കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്ത് പറയാം. ഇപ്പം ഞാൻ നിർത്തുന്നു. ഗുരുവിൻ്റെ പാതാരബന്ധത്തിൽ എൻ്റെ വിനീത പ്രണാമം. നമസ്കാരം.